നമുക്കിന്ന് ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. എങ്ങനെയാണ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസിനെ ഹൈ പ്രഷറിലും വെരി ലോ ടെമ്പറേച്ചറിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ വെരി ഹൈ പ്രഷർ കൊടുക്കണം അല്ലേ, നല്ലോണം കംപ്രസ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കുറയ്ക്കുകയും വേണം. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? നമുക്കെന്നാൽ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് പേപ്പർ പേന വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നോക്കൂ ഓരോന്നും. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. ഫസ്റ്റ് കംപ്ലീറ്റ് ഡാറ്റ ഓൺ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ റിലേഷൻസ് ഓഫ് എ സബ്സ്റ്റൻസ് in both gaseous and liquid state was obtained by Thomas Andrews on carbon dioxide. Please note it. കാർബൺ ഡയോക്സൈഡിലാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തയാൾ തോമസ് ആൻഡ്രിയോ ആണ്. He plotted isotherms of carbon dioxide at various temperatures. Figure 511. നോക്കൂ, 11ാമത്തെ ഈ ഗ്രാഫ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. Later on, it was found that real gases behave in the same manner as carbon dioxide. Andrew noticed that at high temperatures, isotherms look like that of an ideal gas. നോക്കൂ, ഹൈ ടെമ്പറേച്ചർ, ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡയോക്സൈഡിനെ വരച്ചിരിക്കുന്ന ഗ്രാഫ് നോക്കൂ. നമുക്കറിയാം, പിയും വിയും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് റെക്ടാങ്കുലാർ ഹൈപ്പർബോളിക് ആയിരിക്കണം. സത്യത്തിൽ അതേപോലെ തന്നെയാണ് 50 ഡിഗ്രി സെൽഷ്യസിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഹൈ ടെമ്പറേച്ചറിൽ നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ തന്നെയാണ് പി വി ഗ്രാഫ് കിട്ടിയത്. അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ആൻഡ്രൂസ് നോട്ടീസ് ദാറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഐസോതേർംസ് ലുക്ക് ലൈക്ക് ദാറ്റ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ഈവൺ അറ്റ് വെരി ഹൈ പ്രഷർ. നമ്മൾ എത്ര തന്നെ കംപ്രസ് ചെയ്ത് പോയിട്ടും കാർബൺ ഡയോക്സൈഡിനെ 50 ഡിഗ്രിയിൽ വെച്ചുകൊണ്ട് ലിക്വിഡ് ആക്കാനേ സാധിക്കില്ല. അത് ത്രൂ ഔട്ട് ഗ്യാസ് ആണ് എന്ന് തോമസ് ആൻഡ്രൂ കണ്ടു. പിന്നെയോ, ആസ് ദ ടെമ്പറേച്ചർ ഈസ് ലോവേർഡ്, ഷേപ്പ് ഓഫ് ദ കർവ് ചേഞ്ചസ് ആൻഡ് ഡാറ്റ ഷോസ് കൺസിഡറബിൾ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അറ്റ് 30.98 ഡിഗ്രി സി, പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്, ഓർത്തോളൂ. അറ്റ് 30.98 ഡിഗ്രി സി, കാർബൺ ഡയോക്സൈഡ് റിമൈൻസ് ഗ്യാസ് അപ് ടു 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നോക്കൂ, നമ്മൾ 30.98 ഡിഗ്രിയിൽ ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന നീല കർവ്, നമ്മൾ പോയി 73 ATM പ്രഷർ ആവുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? 73 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്ക് പോയിന്റ് ഇ കാണുന്നുണ്ടോ ഡയഗ്രത്തിൽ? ഇ എന്ന പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവിടെ നമുക്ക് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാൻ തുടങ്ങി. At 73 atmospheric pressure, liquid carbon dioxide appears for the first time. The temperature 30.98 degrees C is called critical temperature of carbon dioxide. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 30.98 ഡിഗ്രിയാണ്. 30.98 ഡിഗ്രിയിൽ ഏത് പ്രഷർ ആവുമ്പോഴാണ് നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റിയത്? നമ്മൾ ഓർത്തിരിക്കണം, 73 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. 73 അറ്റ്മോസ്ഫിയറിക് പ്രഷറോളം നമ്മൾ അമർത്തി കൊണ്ടുപോയാൽ കാർബൺ ഡയോക്സൈഡ് എന്തായിക്കോളും? ലിക്വിഡ് ആയിക്കോളും. പിന്നെ മാത്രമല്ല, ആ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് ഇതുവരെ ഒക്കെ ഗ്യാസ് തന്നെയായിരുന്നു. പോയിന്റ് ഇ എത്തിയപ്പോഴോ മുഴുവൻ ഗ്യാസും ലിക്വിഫൈ ചെയ്യപ്പെട്ടു. അല്ലാതെ ലിക്വിഡും ഗ്യാസും തമ്മിലൊരു ഇക്വിലിബ്രിയം നമ്മൾ അവിടെ കണ്ടില്ല. 30.98 ഡിഗ്രി സെൽഷ്യസിലെ ഗ്രാഫിൻ്റെ റിമാർക്കബിൾ പ്രത്യേകത എന്തെന്നാൽ അതൊക്കെ ഗ്യാസായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. നമ്മൾ അമർത്തി 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ റീഡ് ചെയ്യുന്ന സമയത്ത് മുഴുവനും അത് ലിക്വിഡ് ആവുകയും ചെയ്തു. ഫുൾ ലിക്വിഡായി കഴിഞ്ഞാൽ ലിക്വിഡിന് കംപ്രസിബിലിറ്റി ഇല്ലല്ലോ. പിന്നെ നമ്മൾ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ നോക്കൂ, ഭയങ്കരമായി നിങ്ങൾ പ്രഷർ കൂട്ടിയിട്ട് പോലും വോള്യൂമിൽ വരുന്ന മാറ്റം വളരെ തുച്ഛമാണ്. കാരണം ലിക്വിഡ് എന്ന അവസ്ഥയെ നമ്മൾ കംപ്രസ് ചെയ്ത് പിന്നെ വോള്യൂം ചെറുതാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ അമർത്തുന്നുണ്ടെങ്കിലും വോള്യൂം പിന്നെ ചെറുതാവുന്നില്ല. കാരണം എന്താ? മുഴുവനും ലിക്വിഡായി കഴിഞ്ഞു. ദിസ് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഒബ്സർവ്ഡ്. ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് കിട്ടാവുന്ന പരമാവധി ഹയർ ടെമ്പറേച്ചർ എത്രയാണ്? 30.98 ഡിഗ്രിയാണ്. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിലോ ഒരിക്കലും നമുക്ക് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് എന്നൊരവസ്ഥ കിട്ടില്ല.
ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാവുന്ന ഹയസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചറാണ് 30.98. അപ്പോൾ നമുക്ക് തോന്നും റൂമിന് 33 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡ് ആണോ? അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. കാരണം എന്താണ്? 30.98 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കണം, ഹൈ പ്രഷർ കൊടുക്കണം. കണ്ടില്ലേ, 73 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ. അതുകൂടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ലിക്വിഡായിട്ട് മാറുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് എക്സിസ്റ്റ് ചെയ്യാൻ ലിക്വിഡായി മാറാവുന്ന ഹയസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എത്രയാണ്? 30.98 ഡിഗ്രിയാണ്. എബോവ് ദിസ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് എ ഗ്യാസ്. വോള്യൂം ഓഫ് 1 മോൾ ഓഫ് ദ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വോള്യൂം. എന്താണ് ക്രിട്ടിക്കൽ വോള്യൂം എന്ന് പറയുന്നത്? ഒരു മോൾ ഗ്യാസിനെ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും വെക്കുമ്പോൾ ഉണ്ടാവുന്ന വോള്യൂമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ആൻഡ് പ്രഷർ അറ്റ് ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഫൈ ചെയ്യാൻ നാം കൊടുക്കേണ്ട പ്രഷർ, അതാണ് ക്രിട്ടിക്കൽ പ്രഷർ. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ഗ്യാസ് ക്യാൻ നെവർ ഗെറ്റ് ലിക്വിഫൈഡ്. അതിൻ്റെ മേലെയാണ് നിങ്ങൾ കൊണ്ടുവച്ചതെങ്കിൽ ആ ഗ്യാസ് പെർമനൻറ്റ് ഗ്യാസാണ്. നിങ്ങൾ എത്ര പിടിച്ചമർത്തിയാലും അതിനെ ലിക്വിഡാക്കി മാറ്റാനേ പറ്റില്ല. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന ടേം ഇവിടെ പറയുന്നുണ്ടെങ്കിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓർത്തോളൂ, 8a/27 RB എന്ന റിസൾട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് യൂസ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ a/RBയെ ബോയിൽ ടെമ്പറേച്ചർ എന്ന് വിളിച്ചത് കൂടി ഓർത്തോളൂ കേട്ടോ. a/RB എന്ന് പറയുന്നതിന് നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്ന് വിളിച്ചായിരുന്നു. അതായത് 8/27 ടൈംസ് ബോയിൽ ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ നാം കൊടുക്കേണ്ട പ്രഷറിൻ്റെ പേരെന്താണ്? ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് a/27b² എന്ന ഫോർമുല നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു മോൾ ഗ്യാസിന്, പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് നാം ഒരു മോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല. കാരണം എന്താ? ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഇൻറ്റൻസീവ് പാരാമീറ്ററാണ്. എന്നാൽ വോള്യൂം പറയുമ്പോൾ, ക്രിട്ടിക്കൽ വോള്യൂം എന്ന് ചോദിച്ചാൽ നമ്മൾ ഡെഫിനിഷനിൽ പ്രത്യേകം പറയണം, ഒരു മോൾ ഗ്യാസിന് TCയിലും PCയിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും നിൽക്കാൻ വേണ്ട വോള്യൂമാണ് ക്രിട്ടിക്കൽ വോള്യൂം എന്ന്. അത് 3 ടൈംസ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് Bയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്മളിതൊക്കെ ഓർത്തിരിക്കണം. എന്തായാലും നമ്മളോട് ഡെഫിനിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ എക്സ്പ്രഷൻ NCERTയിൽ ആസ് കൊടുത്തിട്ടില്ല. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, pressure and volume are all called critical constants. Further increase in pressure simply compress the liquid carbon dioxide and the curve represent the compressibility of the liquid. അതായത് നാം ടെമ്പറേച്ചർ 30.98 ഡിഗ്രി സെൽഷ്യസ് നിലനിർത്തിക്കൊണ്ട് അമർത്തി 73 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അമർത്തുമ്പോൾ മുഴുവനും അതങ്ങോട്ട് ലിക്വിഡായി മാറും. അപ്പോൾ പിന്നെ ഗ്യാസ് ഉണ്ടാവില്ല, മുഴുവനും ലിക്വിഡായി മാറി. പിന്നെ നിങ്ങൾ പിടിച്ചമർത്തുന്നത് ആരെയാണ്? ലിക്വിഡിനെയാണ്. നമുക്കറിയാം ലിക്വിഡിൻ്റെ കംപ്രസിബിലിറ്റി ഗ്രാഫാണിത്. ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, അതായത് ഫർദർ ഇൻക്രീസ് ഇൻ പ്രഷർ സിംപ്ലി കംപ്രസ് ദ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദ കർവ് റെപ്രസെൻറ്റ് കംപ്രസിബിലിറ്റി ഓഫ് ദ ലിക്വിഡ്. ദ സ്റ്റീപ്പ് ലൈൻ റെപ്രസെൻറ്റ് ദ ഐസോതേം ഓഫ് ലിക്വിഡ്. ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ നേരെ കുത്തനെ ഏകദേശം പോകുന്നത് അല്ലേ, ചെറിയൊരു ഇൻക്ലിനേഷനേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്റ്റീപ്പായിട്ട് പോകാൻ കാരണം എന്താണ്? ഭയങ്കരമായ പ്രഷർ കൊടുത്തിട്ട് പോലും വോള്യൂം വളരെ കുറയുന്നുള്ളൂ എന്നർത്ഥം. ഈവൺ എ സ്ലൈറ്റ് കംപ്രഷൻ റിസൾട്ട്സ് ഇൻ സ്റ്റീപ്പ് റൈസ് ഇൻ പ്രഷർ ഇൻഡിക്കേറ്റിംഗ് വെരി ലോ കംപ്രസിബിലിറ്റി ഓഫ് ദ ലിക്വിഡ്. ഈവൺ എ സ്ലൈറ്റ് കംപ്രഷൻ, നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു കംപ്രഷനേ സംഭവിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ വോള്യൂമിൽ നിന്ന് നമ്മളിപ്പോൾ മറ്റൊരു വോള്യൂം V2 എന്ന് പറയുന്ന വോള്യൂമിൽ എത്താൻ വേണ്ടി ചെറിയൊരു വോള്യൂം വ്യത്യാസം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിയിരിക്കുന്ന പ്രഷറോ ഭയങ്കര കൂടുതലാണ്. ബിലോ 30.98 ഡിഗ്രി C ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും താഴെ എത്തി വിചാരിക്കുക. ദ ബിഹേവിയർ ഓഫ് ദ ഗ്യാസ് ഓൺ കംപ്രഷൻ ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അറ്റ് 21.5 ഡിഗ്രി C കാർബൺ ഡൈ ഓക്സൈഡ് റിമൈൻസ് ആസ് എ ഗ്യാസ് ഓൺലി അപ് ടു എ പോയിന്റ് B. നമ്മൾ 21.5 ഡിഗ്രിയിലുള്ള ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം.
21.5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? എ തൊട്ട് ബി വരെ അത് ഗ്യാസ് തന്നെയാണ്. നിങ്ങൾ ഗ്യാസിനെയാണ് പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ബിയിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അറ്റ് പോയിന്റ് ബി ലിക്വിഡ് ഓഫ് എ പർട്ടിക്കുലർ വോള്യൂം അപ്പിയേഴ്സ്. നോക്കണേ, എന്താണ് പറഞ്ഞു വന്നിരിക്കുന്നത്? നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 21.1 ഡിഗ്രിയിൽ വരച്ച സമയത്ത് എന്താണ് കാണാൻ സാധിച്ചത്? 21.5 ഡിഗ്രി സെൽഷ്യസിൽ എയിൽ നിന്ന് ബി വരെ അത് ഗ്യാസ് തന്നെയാണ്. എയിൽ നിന്ന് ബി വരെ നമുക്ക് ഗ്യാസിൻ്റെ ഗ്രാഫാണ് കാണാൻ പറ്റിയത്. പിന്നെ എന്താ സ്ഥിതി? നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് വന്നപ്പോൾ 21.5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കംപ്രസ് ചെയ്ത് വന്നപ്പോൾ എന്താ കാണാൻ പറ്റിയെന്നറിയാവോ? ഒരു പർട്ടിക്കുലർ പ്രഷറിൽ, ഇവിടെ P2 എന്ന് മാർക്ക് ചെയ്ത പ്രഷറിൽ അവൻ ലിക്വിഡ് വരാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചേ? അവൻ നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മോളിക്യൂൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ മോളിക്യൂളുകൾ കാണുന്നത് ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങി. ലിക്വിഡായി കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്ഥലമല്ലേ വേണ്ടൂ. മോളിക്യൂളുകൾ കാണുന്നതൊക്കെ ലിക്വിഡായി മാറി. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്നറിയാവോ? അതേ പ്രഷർ ഗേജ് റീഡിംഗ് ആണ്. പക്ഷേങ്കിലോ വോള്യൂം ഇങ്ങനെ കുറഞ്ഞു വരും. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമ്മൾ 21.5 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസിനെ അമർത്തി കൊണ്ടുവന്നപ്പോൾ ഗ്യാസ് മോളിക്യൂൾ മീറ്റ് ചെയ്ത് ലിക്വിഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ലിക്വിഡ് ആയി കഴിഞ്ഞാലോ ലിക്വിഡിന് കുറച്ച് സ്ഥലമല്ലേ വേണ്ടൂ. അപ്പോൾ ലിക്വിഡുകൾ ഇങ്ങനെ പതുക്കെ താഴെ കണ്ടെയ്നറിൻ്റെ താഴെ വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഗ്യാസിൻ്റെ അപ്പോൾ പിന്നെ നമ്മളെ വോള്യൂം ഇങ്ങനെ താഴ്ത്തുമ്പോഴോ പിന്നെ നിങ്ങൾ പിസ്റ്റൺ താഴ്ത്തിയാലോ? പിസ്റ്റൺ താഴ്ത്തിയാൽ പ്രഷർ ഗേജ് റീഡിങ് കൂടില്ല. പ്രഷർ ഗേജ് റീഡിങ് അതേപോലെ തന്നെ നിൽക്കുക. അതെന്താ? നിങ്ങൾ പിസ്റ്റൺ താഴ്ത്തിയിട്ടും പ്രഷർ ഗേജ് മാറാത്ത? പിസ്റ്റൺ താഴ്ത്തുമ്പോൾ മോർ മോളിക്യൂൾസ് നിങ്ങൾ ക്ലോസർ ആക്കി കൊണ്ടുവന്നു. പക്ഷേ എന്താ? സാധാരണ പ്രഷർ കൂടേണ്ടതല്ലേ നമ്മൾ ഗ്യാസിനെ പിടിച്ച് അമർത്തുമ്പോൾ. പക്ഷേ മോളിക്യൂൾ ക്ലോസർ ആകുമ്പോൾ ആ മോളിക്യൂളുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ച് ലിക്വിഡായി മാറാൻ തുടങ്ങി. അപ്പോൾ പ്രഷർ ഗേജ് മാറില്ല. പ്രഷർ ഗേജ് മാറാതെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രഷർ ഗേജ് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പിസ്റ്റൺ താനെ താഴേക്ക് ഇങ്ങ് പോരും. നോക്കൂ, വോള്യൂമിൽ ഉണ്ടായത് കൺസിഡറബിൾ ആയിട്ടുള്ള ഡിക്രീസ് ആണ്. വോള്യൂം നല്ലോണം അങ്ങോട്ട് കുറഞ്ഞു അല്ലേ? അങ്ങനെ കുറഞ്ഞ് എല്ലാം ലിക്വിഡായി. ഇപ്പോൾ നമ്മൾ സിയിലെത്തിയപ്പോഴോ അത് മുഴുവൻ ലിക്വിഡായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കംപ്രസ് ചെയ്ത എന്താ സ്ഥിതി? നമുക്കറിയാം. പിന്നെ നിങ്ങൾ പ്രഷർ ഭയങ്കരമായി കൂട്ടിയാൽ പോലും അതിൻ്റെ വോള്യൂം വളരെ കുറച്ചേ കുറയുള്ളൂ എന്ന്. നോക്കൂ, അറ്റ് പോയിന്റ് ബി ലിക്വിഡ് ഓഫ് എ പർട്ടിക്കുലർ വോള്യൂം അപ്പിയേഴ്സ്. കുറച്ച് ലിക്വിഡുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫർദർ കംപ്രഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ പ്രഷർ. പിന്നെ നിങ്ങൾ പിടിച്ച് പിസ്റ്റൺ താഴ്ത്തിയാലോ പ്രഷർ ഗേജ് കൂടില്ല. എന്താ പ്രഷർ ഗേജ് കൂടാത്ത? വോള്യൂം കുറച്ചിട്ടും. അപ്പോൾ മോളിക്യൂൾ കാണുന്നത് എന്തായി മാറി? കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി മാറി. പിന്നെയോ എന്താണ് സംഭവിക്കുക? ലിക്വിഡ് ആൻഡ് ഗാഷിയസ് കാർബൺ ഡയോക്സൈഡ് co-exist and further application of pressure results in the condensation of more gas until point C is reached. പിന്നെ നിങ്ങൾ പിടിച്ചമർത്തുമ്പോൾ കണ്ടൻസേഷൻ ഓഫ് ഗ്യാസസ് ആണ് നടക്കുക. ഏതുവരെ? നിങ്ങൾ പോയിന്റ് സി എത്തുന്നത് വരെ. അപ്പോൾ പോയിന്റ് സി എത്തിക്കഴിഞ്ഞാലോ പാത്രത്തിലുള്ള ഗ്യാസുകൾ മുഴുവനും പരസ്പരം കണ്ടുമുട്ടി ലിക്വിഡായി മാറി. അറ്റ് പോയിന്റ് സി all the gas has been condensed and further application of pressure merely compresses the liquid as shown by steep line. ഇവിടുന്ന് പിന്നെ നമുക്ക് സ്റ്റീപ്പ് ലൈനിൽ, അതായത് പ്രഷർ ഗേജ് നല്ലോണം കൂടുകയാണ്. നോക്കൂ, എ സ്ലൈറ്റ് കംപ്രഷൻ ഫ്രം വോള്യൂം V2 to V3. നോക്കൂ ഗ്രാഫിൽ V2വിൽ നിന്ന് V3യിലേക്ക് ഒരു കുഞ്ഞി വോള്യൂം മാറ്റം എടുക്കാൻ ചെറിയൊരു വോള്യൂം വ്യത്യാസം. എല്ലാം ലിക്വിഡായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ലിക്വിഡായതിനു ശേഷം നിങ്ങൾ V2 വോള്യൂമിൽ നിന്ന് V1 എന്ന അല്ലെങ്കിൽ ഏതാണ് V3 എന്ന വോള്യൂമിൽ എത്താൻ വേണ്ടി കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. ഈ കുഞ്ഞു വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി, വോള്യൂം കുറച്ചൊന്ന് കംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രഷർ ഗേജിലെ വ്യത്യാസം നോക്കൂ. ഇവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി നിങ്ങൾ കൊടുത്ത പ്രഷർ ഗേജിലെ വ്യത്യാസം P3യും P2വും തമ്മിലാണ്. നോക്കൂ, എത്രയോ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു വോള്യൂം ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. എന്താ കാരണം? അതൊക്കെ ലിക്വിഡായി മാറിയിരിക്കുകയാണ്. ലിക്വിഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ കംപ്രസിബിലിറ്റി കുറവാണ്. അതിന് കംപ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. എ സ്ലൈറ്റ് കംപ്രഷൻ ഫ്രം വോള്യൂം V2 to V3 റിസൾട്ട്സ് ഇൻ സ്റ്റീപ്പ് റൈസ് ഇൻ പ്രഷർ ഫ്രം P2 to P3. P2വിൽ നിന്ന് P3 വരെ പ്രഷർ കൂട്ടണം.
P2 നിന്ന് P3യിലേക്കുള്ള പ്രഷർ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത്രയും പ്രഷർ കൂട്ടിയാലേ കുഞ്ഞിയായ വോളിയം വ്യത്യാസം വരുന്നുള്ളൂ. ബിലോ 30.98 ഡിഗ്രി സി, അതിനെ നമ്മൾ എന്താ വിളിച്ചത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈച്ച് കർവ് ഷോസ് ദ സിമിലർ ട്രെൻഡ്. നിങ്ങൾ വേറൊന്നു കൂടി നോക്കി നോക്കൂ. 13.1 ഡിഗ്രിയിൽ എത്തിയപ്പോഴെന്താ സ്ഥിതി? വെരി ലോ ടെമ്പറേച്ചർ ആണല്ലേ. ആ ടെമ്പറേച്ചറിൽ എന്താണ്? ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ലിക്വിഡ് ആവാൻ തുടങ്ങി. ലിക്വിഡ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ച് അമർത്തിയാലും പ്രഷർ ഗേജ് കൂടില്ല. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതം വരും. സാറ് പിടിച്ച് അമർത്തുക എന്ന വാക്ക് കേട്ടാൽ തന്നെ പ്രഷർ കൂടുക എന്നല്ലേ എന്ന് തോന്നും. പക്ഷേ ഞാൻ എന്താ പറയുന്നത്? ഞാൻ പിടിച്ച് അമർത്തുമ്പോൾ മോളിക്യൂളുകൾ കാണുന്നവർ ഒട്ടിപ്പിടിച്ച് ലിക്വിഡായി മാറും. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ സത്യത്തിൽ ആ പാത്രത്തിൽ ആരൊക്കെയുണ്ട്? ഗ്യാസും ലിക്വിഡും ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മളിങ്ങനെ വോളിയം കുറച്ച് വരുമ്പോൾ വോളിയം കുറഞ്ഞു വരുന്ന സമയത്ത് ഇക്വിലിബ്രിയം ലിക്വിഡിലേക്ക് ഇങ്ങനെ മാറി ഫുൾ ലിക്വിഡായി മാറും. അങ്ങനെ ഫുൾ ലിക്വിഡായി കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾ നോക്കൂ, സ്റ്റീപ്പായിട്ടാണ് കയറുക. എന്ന് വെച്ചാൽ എന്താ? വെരി ഹൈ പ്രഷർ കൊടുത്താൽ ഒരിത്തിരി വോളിയം വ്യത്യാസം വരുള്ളൂ എന്നർത്ഥം. ഇവിടെ ഒക്കത്തിലും വ്യത്യാസം എന്താണ്? പിന്നെ ഓൺലി ലെങ്ത് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഇൻക്രീസസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. നോക്കൂ, 21.5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത്തും 13.1 ഡിഗ്രിയിൽ എന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചറിൽ, അതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിലുള്ള ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ ലോവർ ടെമ്പറേച്ചറിൽ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത്ത് കൂടും എന്നർത്ഥം. ദസ് വി സീ ദാറ്റ് എ പോയിന്റ് ലൈക്ക് എ, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ, ഇതാ ഇവിടെയാണ്. പോയിന്റ് ലൈക്ക് എ റെപ്രസെൻറ്റ് ഗാഷിയസ് സ്റ്റേറ്റ് അല്ലേ. ഈ ഭാഗം മുഴുവൻ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇത് മുഴുവനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗാഷിയസ് സ്റ്റേറ്റിനെയാണ്. എ പോയിന്റ് ലൈക്ക് ഡി റെപ്രസെൻറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. ഡി എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോഴോ എ point like D represent liquid state and a point under the dome shaped area represent existence of liquid and gaseous carbon dioxide in equilibrium. ഈ ഡോം ഷേപ്ഡ് റീജിയനകത്ത് ലിക്വിഡും ഗ്യാസും ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം തന്നെയാണ്. എങ്ങനെയാണ് ഇക്വിലിബ്രിയം ലിക്വിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ വോളിയം ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ അത് മുഴുവനും ലിക്വിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. All the gases upon compression at constant temperature, isothermal compression, show the same behavior as shown by carbon dioxide. ഇതാണ് പൊതുവെ എല്ലാ ഗ്യാസുകളും, എല്ലാ റിയൽ ഗ്യാസും കാണിക്കുന്നത്. Also, above discussion shows that gases should be cooled below their critical temperature for liquefaction. ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെയായിരിക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ, അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്, അറ്റ് വിച്ച് ലിക്വിഫിക്കേഷൻ ഓഫ് ദ ഗ്യാസ് ഫസ്റ്റ് ഒക്കേഴ്സ്. ഒരു ഗ്യാസിന് ആദ്യം ലിക്വിഡ് വരുന്ന ഹയസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചറാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ലിക്വിഫാക്ഷൻ ഓഫ് സോ കോൾഡ് പെർമനൻറ്റ് ഗ്യാസസ് എപ്പോഴാണ്? കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ എപ്പോഴാണ് പെർമനൻറ്റ് ഗ്യാസസ് എന്ന് പറയുക? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലെത്തിയാൽ. ലിക്വിഫാക്ഷൻ ഓഫ് സോ കോൾഡ് പെർമനൻറ്റ് ഗ്യാസസ്, ദാറ്റ് ഈസ് ഗ്യാസസ് വിച്ച് ഷോ കണ്ടിന്യൂസ് പോസിറ്റീവ് ഡീവിയേഷൻ ഇൻ സെഡ് വാല്യൂ. ഓർക്കുന്നുണ്ടോ സെഡിൻ്റെ കാര്യം? നമ്മൾ പിയും കൂടി പ്ലോട്ട് ചെയ്തപ്പോൾ സെഡ് വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഗ്യാസ്, ആ പെർമനൻറ്റ് ഗ്യാസിന് എന്താ പ്രത്യേകത? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ മുകളിലുള്ള ഗ്യാസ് ആരാണ്? പെർമനൻറ്റ് ഗ്യാസാണ്. ആ പെർമനൻറ്റ് ഗ്യാസിനെ നമ്മൾ പിന്നെ പിടിച്ച് അമർത്തിയാൽ ലിക്വിഡ് ആവില്ല. എന്തായിക്കൊണ്ടിരിക്കും? കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടി വരും എന്നർത്ഥം. പോസിറ്റീവ് ഡീവിയേഷൻ സെഡ് വാല്യൂ കൂടിയിരിക്കും. റിക്വയേഴ്സ് കൂളിംഗ് ആസ് വെൽ ആസ്, അപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? റിക്വയേഴ്സ് കൂളിംഗ് ആസ് വെൽ ആസ് കൺസിഡറബിൾ കംപ്രഷൻ. കംപ്രഷൻ ബ്രിങ്സ് ദ മോളിക്യൂൾസ് ഇൻ ക്ലോസ് വിസിനിറ്റി and cooling slow downs the movement of the molecule. Therefore, intermolecular interactions may hold the closely and slowly moving molecules together and the gas liquefies. അപ്പോൾ പ്രസ് ചെയ്യുന്നതോടെ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾസ് ആർ ക്ലോസർ. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ വെലോസിറ്റി, സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ ആ മോളിക്യൂളുകൾ പരസ്പരം കാണുന്നത് ഒറ്റപ്പിടിച്ച് ലിക്വിഡായിട്ട് മാറാൻ പറ്റും. Clear now?
It is possible to change a gas into liquid or a liquid into gas by a process in which always a single phase is present. Yani അടുത്ത റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. It is possible to change a gas into liquid or liquid into gas. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന ഗ്രാഫിൽ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നോക്കൂ. എയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയത് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് ബിയിലെത്തി. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അതിൽ ബിയും സിയും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായി അല്ലേ. എന്നാൽ ബി സി എന്ന് പറയുന്ന ഏത് ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ കണ്ടു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സിയിലെത്തിയപ്പോൾ പാത്രത്തിലുള്ള മുഴുവൻ ഗ്യാസും ലിക്വിഡായി മാറി. പിന്നെ നിങ്ങൾ പിടിച്ചമർത്തിയത് ആരെയാണ്? ലിക്വിഡിനെയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എയിലിരിക്കുന്നത് ആരാണ്? ഗ്യാസാണ്. ഡിയിലിരിക്കുന്നത് എന്താണ്? മുഴുവനായും ലിക്വിഡാണ്. പക്ഷേ എയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ എന്ത് വേണ്ടമായിരുന്നു? ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലൂടെയാണ് എനിക്ക് പോകാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോഴവരെന്താ പറയുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് എ ഗ്യാസ് ഇൻ ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ഇൻ ടു ഗ്യാസ് ബൈ എ പ്രോസസ് ഇൻ വിച്ച് ഓൾവേസ് എ സിംഗിൾ ഫേസ് ഈസ് പ്രസൻറ്റ്. നമുക്ക് സിംഗിൾ ഫേസ് ഉണ്ടാക്കി. നമ്മൾ ആദ്യം പറഞ്ഞതിൽ എന്തുണ്ടായിരുന്നു? എയിൽ നിന്ന് ബി വരെ സിംഗിൾ ഫേസ് ആയിരുന്നു, ഗ്യാസ് ആയിരുന്നു അല്ലേ. എന്നാൽ ബിയും സിയുമോ ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടായി. അതിന് ശേഷമാണ് എനിക്ക് ഫുൾ ലിക്വിഡാക്കി മാറ്റാൻ സാധിച്ചത്. അപ്പം ഇവിടെ രണ്ട് ഫേസുകളും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. എന്നാൽ ഇപ്പോഴവരെന്താ പറയുന്നത്? വേണമെങ്കിൽ ഒരാൾക്ക് ഒരു സിംഗിൾ ഫേസിൽ നിന്ന് മറ്റേ സിംഗിൾ ഫേസിലേക്ക് പോകാം. എന്ന് വെച്ചാൽ എന്താണ്? മുഴുവനായും ഗ്യാസ് ഉള്ളതിനെ മുഴുവനായും ലിക്വിഡാക്കാം. അപ്പോൾ ചിലർക്ക് തോന്നും തന്നെയല്ലേ നമ്മൾ ക്രിട്ടിക്കൽ ഗ്രാഫിൽ വരച്ചത്, ക്രിട്ടിക്കൽ ഐസോതേം അങ്ങനെയല്ലേ സംഭവിച്ചതെന്ന് തോന്നാം. ശരിയാണ്. നിങ്ങൾ നോക്കൂ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന ഗ്യാസിനെ നിങ്ങൾ പിടിച്ച് അമർത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഗ്യാസ് ഇങ്ങനെ വന്ന് സത്യത്തിൽ ഗ്യാസും ലിക്വിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ലിക്വിഡ് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ തോന്നാം. പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെ അത് മാത്രമല്ല. അങ്ങനെ അല്ലാതെ എനിക്ക് എ എന്ന് പറയുന്ന സിറ്റുവേഷനെ ഡി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എത്തിക്കാം. എന്ന് വെച്ചാൽ ഗ്യാസിനെ മുഴുവനായും ലിക്വിഡ് ആക്കാം. എങ്ങനെ? വിത്തൗട്ട് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഫിഗർ 511 വി ക്യാൻ മൂവ് ഫ്രം പോയിന്റ് എ ടു എഫ്. അവർ പറയുന്നത് നോക്കൂ, എ എന്ന് പറയുന്ന പാത്രത്തിലിരിക്കുന്ന ഗ്യാസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന പാത്രത്തിലിരിക്കുന്ന ഗ്യാസ് 21.5 ഡിഗ്രിയിലാണ്, ലോവർ ടെമ്പറേച്ചറിലാണ് അല്ലേ. നിങ്ങൾ അതിനെ ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കി നിങ്ങൾ എന്തിലെത്തിക്കുന്നു? എഫിലെത്തിക്കുന്നു. വെറുതെ ഗ്യാസ് തന്നെയാണ് പാത്രത്തിൽ, നിങ്ങൾ അതിനെ ചൂടാക്കുന്നു. എന്നിട്ട് എഫിലെത്തിക്കുന്നു. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? എഫ് എന്ന് പറയുന്നത് 31.1 ഡിഗ്രിയിലുള്ള ഒരു പോയിന്റാണ് അല്ലേ. അവിടെ നിങ്ങൾ എത്തിക്കുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഫിഗർ 511 വി മൂവ് ഫ്രം പോയിന്റ് എ ടു എഫ് വെർട്ടിക്കലി by increasing the temperature. വെറുതെ ചൂടാക്കുന്നു. Then we reach the point G by compressing the gas at the constant temperature along this isotherm that is at 31.1 degree. നോക്കൂ, എഫിലെത്തിയതിനെ ഞാനിങ്ങനെ എന്താക്കുന്നു? വെറുതെ കംപ്രസ് ചെയ്യുന്നു, പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് 31.1 ഡിഗ്രിയിലിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്രസ് ചെയ്താൽ എനിക്ക് ലിക്വിഡ് വരാൻ പോകുന്നില്ല. കാരണം 30.98 ഡിഗ്രി ആയിരുന്നു അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലിരിക്കുന്ന ഗ്യാസിനെ ഞാൻ അമർത്തിയാൽ ലിക്വിഡ് വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ ഞാൻ കംപ്രസ് ചെയ്ത് ഞാൻ എവിടെ എത്തിച്ചു? ജിയിലെത്തിച്ചു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഗ്യാസ് തന്നെയാണ്, പക്ഷേ ഹൈലി കംപ്രസ്ഡ് ഗ്യാസ് ആണ്. ഹൈലി കംപ്രസ്ഡ് ഗ്യാസ്, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ഹൈലി കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തി. അവിടെ ജിയിലെത്തിയിരിക്കുകയാണ്. ദെൻ വി ക്യാൻ റീച്ച് ദ പോയിന്റ് ജി ബൈ കംപ്രസിങ് ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എലോങ് ദിസ് ഐസോതേം 31.1 ഡിഗ്രി. ഇപ്പോൾ ലിക്വിഡ് വന്നിട്ടേ ഇല്ല. ദ പ്രഷർ വിൽ ഇൻക്രീസ്. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അതിഭയങ്കരമായ പ്രഷർ പിടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഗ്യാസിനെ തന്നെയാണ് ഞാൻ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പക്ഷേ ലിക്വിഡ് ആയിട്ടും ഇല്ല. ക്രിട്ടിക്കൽ പ്രഷറൊക്കെ കടന്നുപോയി. പക്ഷേ എന്നിട്ട് എന്താ ലിക്വിഡ് ആവാത്ത? ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ വിളിക്കേണ്ടത്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ആയിട്ട് നിൽക്കുകയാണ്.
സത്യത്തിൽ അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നൗ വി ക്യാൻ മൂവ് വെർട്ടിക്കലി ഡൗൺവേർഡ് ടുവേർഡ്സ് ഡി ബൈ ലോവറിങ് ദ ടെമ്പറേച്ചർ. പിന്നെ അത്ര അമർത്തി നിൽക്കുന്ന ഗ്യാസിനെ ഞാൻ അങ്ങ് തണുപ്പിച്ചു. അപ്പം ഞാൻ അങ്ങനെ തണുപ്പിച്ചാൽ എന്താ വരിക നോക്കൂ, ഞാൻ ഇനി ടെമ്പറേച്ചർ തണുപ്പിച്ചാൽ എന്താ ഉണ്ടായേ, അത് ഡിയുമെലെത്തി. ഡി ആരാ, ഡി എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ പോയിൻ്റാണ്. ഇപ്പം ജി ആരാ, ജി ഗ്യാസ് ആണ്. ജി എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, കാരണം ഈ പച്ച ലൈന് കാണിക്കുന്നത് മുഴുവനും ഗ്യാസ് ആണ്, കാരണം അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ മുകളിലായിരുന്നു. അങ്ങനെ അമർന്നു നിൽക്കുന്ന ഗ്യാസിനെ ഞാൻ അങ്ങ് തണുപ്പിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ഡിയിലെത്തിക്കാൻ പറ്റി. ഇപ്പം ഡി എന്ന് പറയുന്നത് എന്താ, ലിക്വിഡാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എവിടെയെങ്കിലും ഗ്യാസും ലിക്വിഡും ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കിയേ ഇല്ല. സിംഗിൾ ഫേസ് ആയിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ജേണിയിൽ. സാധാരണ കേസിൽ എങ്ങനെയായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞത് എ ഇന്ന് ബി വരെ ഗ്യാസ് ആയിരുന്നു, ബിയും സിയും ഇക്വിലിബ്രിയത്തിലായിരുന്നു. പിന്നെ ഞാൻ ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് പിന്നെ ലിക്വിഡിനെയാണ് കംപ്രസ് ചെയ്ത് ഡിയിലെത്തിച്ചത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നൗ വി ക്യാൻ മൂവ് വെർട്ടിക്കലി ഡൗൺവേർഡ് ടുവേർഡ്സ് ഡി ബൈ ലോവറിങ് ദ ടെമ്പറേച്ചർ. ആസ് സൂൺ ആസ് വി ക്രോസ് ദ പോയിന്റ് എച്ച്. എച്ച് എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളതെന്ന് അറിയോ, അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ ഐസോതെർമാണ്. ക്രിട്ടിക്കൽ ഐസോതെർമ് നിങ്ങൾ ക്രോസ് ചെയ്തു എന്ന് കണ്ടാൽ എന്ത് സംഭവിക്കും, പാത്രത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും ലിക്വിഡായി മാറും. അതാണ് പറയുന്നത്. As soon as we cross the point H on the critical isotherm, we get liquid. We end up with liquid, but in this series of changes, we do not pass through two-phase region. If process is carried out at critical temperature, substance always remain in one phase. ഇതേ കണ്ടീഷൻ തന്നെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്താലും സംഭവിക്കുന്നത്. Thus, there is continuity between the gaseous state and liquid state. The term fluid is used for either a liquid or a gas to recognize this continuity. Thus, a liquid can be viewed as a very dense gas. അപ്പോൾ സത്യത്തിൽ നമ്മൾ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ നമ്മൾ അമർത്തി ലിക്വിഫൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്. സത്യം പറയുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ഡെൻസിറ്റി കൂടിയ രൂപമാണ് ലിക്വിഡ് എന്ന് നിങ്ങൾക്ക് പറയാം. അതാണ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഓൺലി വെൻ ദ ഫ്ലൂയിഡ് ഈസ് ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് പ്രഷർ ആൻഡ് വോള്യൂം ലൈ അണ്ടർ ദ ഡോം. സിൻസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആർ ഇൻ ഇക്വിലിബ്രിയം ആൻഡ് എ സർഫസ് സെപ്പറേറ്റിംഗ് ദ ടു ഫേസസ് ഈസ് വിസിബിൾ. ക്ലിയർ? എപ്പോഴാണ്, ആ ഹൊറിസോണ്ടൽ പോർഷനിൽ മാത്രമേ ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഫേസ് കാണാൻ പറ്റൂ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് സർഫസ് there is no fundamental way of distinguishing between the two phases. Clear? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. At critical temperature, liquid passes into gaseous state imperceptibly and continuously. The surface separating the two phases disappears. Critical temperature എന്താ സംഭവിച്ചത്, ഗാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പറഞ്ഞു നോക്കൂ. ഇംപെർസെപ്റ്റബിളി ആൻഡ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായ ഒരു മാറ്റമാണ് നമ്മൾ കണ്ടത്. സർഫസ് സെപ്പറേറ്റിംഗ് ദ ടു ഫേസസ് ഡിസപ്പിയേഴ്സ്. അതായത് നമ്മൾ ഗ്യാസിനെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എങ്ങനെയാണ് കണ്ടത്, ഇങ്ങനെ ഗ്യാസ് തന്നെയായിരുന്നു, ഒരു പർട്ടിക്കുലർ പ്രഷർ കടഞ്ഞപ്പോൾ അത് മുഴുവനും ലിക്വിഡായി. ആ ട്രാൻസിഷൻ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ എ ഗ്യാസ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ can be liquefied by applying pressure and is called vapor of the substance. മറക്കരുതേ, ഇപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെ ഒരു ഗ്യാസ് വെച്ചാൽ സത്യത്തിൽ നമ്മൾ ആ പേരെന്താ പറയേണ്ടത്, വേപ്പർ ഓഫ് ദ സബ്സ്റ്റൻസ് എന്നാണ് പറയേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് കോൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് വേപ്പർ. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത് എന്നാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേപ്പറാണത് എന്ന് പറയണം. എപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 30 പോയിന്റ്, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ മുകളിൽ, ഇപ്പോൾ 32 ഡിഗ്രിയോ മറ്റോ ആയിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആരാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വേപ്പറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേപ്പർ എന്ന് പറയുമ്പോഴാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെ വരുമ്പോൾ. ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടാൽ നിങ്ങൾ എന്താ പറയേണ്ടത്, അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേപ്പറാണ് എന്ന് പറയണം. എന്താ കാരണം, നിങ്ങളതിനെ നല്ലോണം പിടിച്ച് അമർത്തിയാൽ അത് എന്തായേനെ, ലിക്വിഡായി മാറും എന്നാണ് അർത്ഥം. ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ് ഫോർ സം കോമൺ സബ്സ്റ്റൻസസ് ആർ ഗിവൺ. നോക്കൂ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ഭയങ്കര ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുള്ള ആളാരാണ്,
അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ഇപ്പോൾ വാട്ടർ വേപ്പറിനും അമോണിയയ്ക്കൊക്കെ കൂടുതലാണ്. എന്നാൽ ഏറ്റവും കുറവ് ആർക്കാണ്? ഹീലിയത്തിനാണ്. ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ള ആളാരാണ്? ഹീലിയമാണ്. എന്ന് വെച്ചാൽ 5.3 കെൽവിൻ്റെ മുകളിലാണെങ്കിൽ പോലും നമുക്കൊന്നും ഒരിക്കലും ലബോറട്ടറിയിൽ ഒന്നും അറ്റൈൻ ചെയ്യാനേ പറ്റാത്ത ടെമ്പറേച്ചറാണത്. 5.3 കെൽവിൻ. ഇൻ്റർനാഷണൽ ലബോറട്ടറിയിൽ, ഹൈലി ഡെവലപ്ഡ് ലബോറട്ടറിയിൽ മാത്രമേ 5.3 കെൽവിനോളം താഴ്ത്താൻ പറ്റുള്ളൂ. 5.3 കെൽവിനേക്കാൾ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹീലിയത്തെയൊക്കെ ലിക്വിഫൈ ചെയ്യാൻ പറ്റൂ. ഏറ്റവും ലിക്വിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് ഹീലിയം എന്നർത്ഥം. അത് കഴിഞ്ഞാണ് ഹൈഡ്രജനെ കാണാൻ പറ്റുന്നത്. എന്നാൽ വെള്ളത്തിനെയൊക്കെ ലിക്വിഡ് ആക്കാൻ എന്താ എളുപ്പമാണ് അല്ലേ? അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 647.1 അപ്പോൾ ചിലർക്ക് തോന്നും 100 ഡിഗ്രി സെൽഷ്യസിലല്ലേ വെള്ളം തിളയ്ക്കുന്നുള്ളൂ, അപ്പോൾ 100 ഡിഗ്രിക്ക് മുകളിൽ എന്ന് വെച്ചാൽ 105 ഡിഗ്രി ആണെങ്കിൽ 105 ഡിഗ്രി ആണെങ്കിൽ തന്നെ വെള്ളത്തെ നമുക്ക് വേപ്പർ ഫോമിൽ കാണാൻ പറ്റില്ലേ എന്ന്. പക്ഷേ ശ്രദ്ധിക്കണം, അത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ 647.1 കെൽവിനിൽ വാട്ടർ വേപ്പർ കംപ്രസ് ചെയ്ത് ലിക്വിഡാക്കി മാറ്റാം എന്ന് ഞാൻ പറഞ്ഞാലോ? പറ്റും. എന്ത് വേണം? അതിഭയങ്കരമായ പ്രഷർ നിങ്ങൾ കൊടുക്കണം. 220.6 ബാർ പ്രഷർ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത്രയും പിടിച്ചമർത്തുവാണെങ്കിൽ വാട്ടർ വേപ്പർ ഇരിക്കുന്നത് 647.1 കെൽവിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വാട്ടറിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും. ഇവിടെ ഒരു ക്യൂരിയസ് ഡാറ്റ കൂടി നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മോൾ ശരിക്ക് വെള്ളത്തിൻ്റെ മോളാർ മാസ് എത്രയാ? H2O 18 ഒരു മോൾ വെള്ളം വെച്ചാൽ 18 ഗ്രാം ആണ്. പൊതുവേ നമ്മൾ 1 ഗ്രാം വെള്ളത്തിന് 1 ml എന്നല്ലേ എടുക്കാറ്. അങ്ങനെയാണെങ്കിൽ 18 ml 18 ഗ്രാം ശരിയല്ലേ? 18 ഗ്രാമിന് 18 ml. പക്ഷെ ഇവിടെ നോക്കൂ, 18 ഗ്രാം വെള്ളത്തിന് 45 ml ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം, അത് ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Gases possess characteristic of critical temperature which depends upon the magnitude of intermolecular forces between the gas particles. Critical temperatures of ammonia and carbon dioxide 405.5 Kelvin and 304.1 Kelvin respectively. Which of these gases will liquefy first? ആദ്യം ലിക്വിഫൈ പെടുന്ന ആരായിരിക്കും? നിങ്ങൾ ചൂടാക്കി വെച്ചിരിക്കുന്ന 500 കെൽവിനിലാണ്. 500 കെൽവിൻ ഇങ്ങനെ തണുപ്പിച്ച് വരികയാണ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ്? 405.5 കെൽവിൻ ആകുമ്പം തന്നെ ആര് ലിക്വിഡ് ആവാൻ തുടങ്ങിക്കോളും? അമോണിയ ലിക്വിഡ് ആവാൻ തുടങ്ങിക്കോളും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡോ 304.1 കെൽവിൻ ആയാലേ എന്താവുള്ളൂ? ലിക്വിഡ് ആവുള്ളൂ. അപ്പോൾ ആദ്യം ലിക്വിഫൈ ചെയ്തു വരുന്ന ആരായിരിക്കും? അമോണിയ ആയിരിക്കും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിയാൽ വേഗം ലിക്വിഡ് ആവും എന്നർത്ഥം. നമുക്കിനി ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്ന് നോക്കൂ. ലിക്വിഡ് സ്റ്റേറ്റ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ്ങർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ദാൻ ഇൻ gaseous സ്റ്റേറ്റ്. Molecules in liquids are so close that there is very little empty space between them, and under normal conditions liquids are denser than gases. Molecules of liquids are held together by attractive intermolecular forces. Liquids have definite volume because molecules do not separate from each other. However, molecules of liquids can move past one another freely. അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താ? മോളിക്യൂൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഒരു മോളിക്യൂളിന് മറ്റേ മോളിക്യൂളിനെ വിട്ട് അകന്ന് വേപ്പർ പോലെ പോകാൻ പറ്റുമോ? ഇല്ല. ലിക്വിഡ് സ്റ്റേറ്റിന് ഡെഫിനിറ്റ് വോള്യൂം ഉണ്ട്. പക്ഷേ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. Therefore, liquids can flow, can be poured, and can assume the shape of the container in which these are stored. നമുക്കൊരു ലിക്വിഡിന് വേറൊരു വാസലിലേക്ക് ഒഴിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ ഷേപ്പ് എന്താ? കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് എന്നൊക്കെ നമുക്കറിയാം. In the following sections, we will look into some physical properties of liquids such as vapor pressure, surface tension, and viscosity. നമുക്ക് ആദ്യം വേപ്പർ പ്രഷറിനെ പറ്റി ഒന്ന് നോക്കാം. If an evacuated container is partially filled with a liquid, a portion of the liquid evaporates to fill the remaining volume of the container with vapor. എന്താ ചെയ്തത്? ഒരു ശൂന്യമായ വാക്വം, ഒരു എയർ മോളിക്യൂളൊക്കെ സക്ക് ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുന്ന ഒരു വെസലിൽ ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിക്കുന്നു. സ്വാഭാവികമായിട്ടും അവരെന്താ പറയുന്നത്? ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുകയും ഈ വേപ്പർ കണ്ടെയ്നറിൻ്റെ മുഴുവൻ സ്ഥലത്തും
നിറയുകയും ചെയ്യും എന്ന് നമുക്കറിയാം. Initially, the liquid evaporates and pressure exerted by the vapors on the walls of the container increases. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? പ്രഷർ ഗേജ് പതുക്കെ പതുക്കെ കൂടി വരാൻ തുടങ്ങി. എന്താ കാരണം? ആദ്യം വാക്യൂ ആയിരുന്നു, ഇവാക്യുവേറ്റഡ് ആണ്. വേപ്പേഴ്സ് ഇങ്ങനെ വന്ന് പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രഷർ ഗേജ് റീഡിങ് കൂടി വന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെത്തിയപ്പോൾ അവൻ അവിടെ അങ്ങ് നിൽക്കും. ശരിയല്ലേ? എന്താ കാരണം? നമുക്കറിയാം ഈ വേപ്പർ അപ്പോൾ തന്നെ പതുക്കെ കണ്ടൻസ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ എത്ര കണ്ട് വേപ്പറൈസ് ചെയ്യുന്നുവോ അത്ര തന്നെ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവാനും തുടങ്ങി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേപ്പർ പ്രഷർ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് തന്നെ നിൽക്കും. അതിന് നമ്മൾ എന്താ പറയുന്നത്? ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓർ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ. നമുക്കൊന്ന് വായിച്ചു നോക്കൂ. Initially, the liquid evaporates and the pressure exerted by vapors of the walls of the container increases. After some time, it becomes constant. An equilibrium is established between liquid phase and vapor phase. Vapor pressure at this stage is called equilibrium vapor pressure or saturated vapor pressure. Since process of vaporization is temperature dependent, നോക്കണേ, the temperature must be mentioned while reporting the vapor pressure of the liquid. ഇപ്പോൾ വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ ഇത്ര എന്നല്ല നിങ്ങൾ പറയേണ്ടത്. ഇന്ന ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ഇത്ര. ഇത് പണ്ട് നിങ്ങൾ പഠിച്ച അതേ ടേബിളാണ്. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നിങ്ങൾ അക്വസ് ടെൻഷൻ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ പറയേണ്ടായി. നിങ്ങളപ്പോഴൊക്കെ പറഞ്ഞത് എന്താണ്? ഇന്ന ടെമ്പറേച്ചറിൽ ഇതാണ്, ഇന്ന ടെമ്പറേച്ചറിൽ ഇതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓരോരോ ടെമ്പറേച്ചറിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയും എന്നർത്ഥം. When a liquid is heated in an open vessel, the liquid vaporizes from the surface. At the temperature at which the vapor pressure of the liquid becomes equal to the external pressure, vaporization can occur throughout the bulk of the liquid and vapors expand freely into the surrounding. പറഞ്ഞത് വ്യക്തമാണ് അല്ലേ? നമ്മളിപ്പോൾ സാധാരണ കേസിൽ വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളം സർഫസിൽ നിന്ന് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഇങ്ങനെ വേപ്പറിൻ്റെ പ്രഷർ നമ്മൾ ചൂടാക്കുക വിചാരിക്കുക. ചൂടാക്കുമ്പോൾ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന വേപ്പർ, അതായത് വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, ഈ വേപ്പറിൻ്റെ പ്രഷർ കൂടി മുകളിലിരിക്കുന്ന പ്രഷർ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലായി വിചാരിക്കുക. അപ്പോൾ അവൻ അവിടെ നിന്ന് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ലിക്വിഡ് മെനിസ്കസ് കാണാൻ പറ്റില്ല, അവിടെ ബൗണ്ടറി ഉണ്ടാവില്ല അല്ലേ? അവിടെ നമ്മളിങ്ങനെ തിളയ്ക്കുന്നത് കാണാൻ പറ്റും. ബൾക്കിൽ നിന്നൊക്കെ തിളയ്ക്കൽ തുടങ്ങും. ബൾക്കിൽ നിന്നൊക്കെ വേപ്പർ ഡെവലപ്പ് ചെയ്ത് അവനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഉള്ളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ തിളയ്ക്കുന്നത് കാണാൻ പറ്റും. ദ കണ്ടീഷൻ ഓഫ് ഫ്രീ വേപ്പറൈസേഷൻ ത്രൂ ഔട്ട് ദ ലിക്വിഡ് ഈസ് കോൾഡ് ബോയിലിംഗ്. എപ്പോഴാണ് അത് സംഭവിച്ചത്? വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷർ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ മെനിസ്കസ് നഷ്ടമാവും. ബിളുബിളൂന്ന് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും അല്ലേ? ബൾക്കിൽ നിന്നൊക്കെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും അത്. The temperature at which vapor pressure of liquid is equal to external pressure is called boiling temperature at that pressure. Clear? അതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. Vapor pressure of some common liquids at various temperature is given in figure 512. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണിത്. വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഡൈ ഈത്തൈൽ ഈത്തർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ആണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് പലരും ചിന്തിക്കും. പലപ്പോഴും ഓർഗാനിക് ഭാഗത്ത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ കണ്ടാൽ ഇത് ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് ഇടാറുണ്ട്. പക്ഷെ സത്യത്തിൽ അതിവിടെയാണ് ഈ ഗ്രാഫ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഡൈ ഈത്തൈൽ ഈത്തറിന് ബോയിലിംഗ് പോയിന്റ് നന്ന കുറവാണ്. അവന് വേപ്പർ പ്രഷർ വളരെ കൂടുതലാണ്. എന്താ കാരണം എന്നറിയാവോ? അവന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പോളാരിറ്റി ഉണ്ടെങ്കിലും പോളാർ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് അവന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തായിരിക്കും? ബോയിലിംഗ് നല്ല വേപ്പറൈസേഷൻ ഉണ്ടാവും. അതിൻ്റെ വേഗം, അവൻ്റെ വേപ്പറിൻ്റെ പ്രഷർ വേഗം എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവും. അങ്ങനെ 308 കെൽവിൻ ആകുമ്പോഴേക്കും ഡൈ ഈത്തൈൽ ഈത്തറിനെ നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റും. കാർബൺ ടെട്രാക്ലോറൈഡ് നോക്കൂ. കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മോളാർ മാസ് എത്രയോ കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? വെള്ളത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലേ? എത്രയോ കൂടുതലാണ് കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മോളാർ മാസ്. എന്നാൽ പോലും കാർബൺ ടെട്രാക്ലോറൈഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ഓർത്തോളൂ കേട്ടോ,
349.7 കെൽവിനാണ്. എന്നാൽ വെള്ളം തിളയ്ക്കുന്നത് 373 കെൽവിനിലാണ്. എന്നാൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, വെള്ളത്തോളം ശക്തമല്ലാത്ത ഹൈഡ്രജൻ ബോണ്ടുള്ളയാളാണ് ആര്? ഈതൈൽ ആൽക്കഹോൾ, എത്തനോൾ. അവൻ ബോയിൽ ചെയ്യുന്നത് 351.3 കെൽവിനിലാണ് എന്നാണ് കാണിക്കുന്നത്. അറ്റ് 1 atm പ്രഷർ ബോയിലിംഗ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താ എൻ്റെ അർത്ഥം? 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷർ പുറത്തിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവും എന്നർത്ഥം. എന്നാൽ പുറമേ ഇരിക്കുന്ന പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഒരല്പം കുറവ്. ഒരു ബാർ പ്രഷർ ആണെങ്കിലോ? തീർച്ചയായിട്ടും ഒരു ബാർ പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ബാർ പ്രഷർ ആണ് എങ്കിൽ വെള്ളത്തിന് 99.6 ഡിഗ്രി മതി. നോക്കൂ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. നോക്കൂ, ഈ അറ്റ് 1 atm പ്രഷർ ബോയിലിംഗ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഇഫ് ദ പ്രഷർ ഈസ് 1 bar, then the boiling point is called standard boiling point of the liquid. Standard boiling point of the liquid is slightly lower than the normal boiling point. കുറച്ച് കുറവായിരിക്കും. because 1 bar pressure is slightly less than 1 atm pressure. അല്ലേ? നമുക്കറിയാം 1 atm പ്രഷർ എന്ന് പറഞ്ഞാൽ 760 millimeter mercury ആയിരിക്കും. എന്നാൽ 1 bar എത്രയായിരിക്കും? ഏകദേശം 750 mm ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. 1.013 ബാർ ആണ് എത്ര? ഒരു ATM. അതാണ് 760. അങ്ങനെയാണെങ്കിൽ ഒരു ബാർ എത്രയായിരിക്കും? 760നെ 1.013 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 750 mm ആയിരിക്കും. അപ്പോൾ ഒരു ബാർ പ്രഷർ എന്ന് പറയുന്നത് 750 mm മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേപ്പറിൻ്റെ പ്രഷർ, ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിൻ്റെ പ്രഷർ 750 mm ആക്കിയെടുത്താൽ അത് തിളയ്ക്കാൻ തുടങ്ങും. എപ്പോൾ? എക്സ്റ്റേണൽ പ്രഷർ 1 bar ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുക? അതിനെ നമ്മൾ പറയുന്ന പേര് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 99.6 ഡിഗ്രിയാണ്. ഒരു 0.4 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. ക്ലിയർ നൗ? നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. നമുക്കറിയാം ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ നമുക്കറിയാം ഇപ്പോൾ സീ ലെവലിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും അല്ലേ? എന്നാൽ വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയ എന്താ സ്ഥിതി? അവിടെ അറ്റ്മോസ്ഫിയറിക് എയർ കുറവാണ് മുകളിലിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലിക്വിഡിന് ബോയിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. എന്താ കാരണം? നമുക്കറിയാം പുറമേ ഇരിക്കുന്ന പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കിക്കൊണ്ട് ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിൻ്റെ പ്രഷർ പുറമേ ഇരിക്കുന്ന എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആക്കിയെടുക്കാൻ എളുപ്പമാണ്. കാരണം എക്സ്റ്റേണലി ഉള്ള പ്രഷർ കുറവാകുമ്പോൾ ഈ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ അതിന് ഈക്വൽ ആയാൽ മതി, അത് തിളച്ചോളും. അതുകൊണ്ട് ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ലിക്വിഡ് വിൽ ബോയിൽ അറ്റ് ലോവർ ടെമ്പറേച്ചർ. അതാണ് therefore liquids at high altitude boil at lower temperature in comparison to the sea level. Since water boils at low temperature on hills, the pressure cooker is used for cooking food. എന്താ കാരണം? നമുക്ക് ഒരു സാധനം തിളപ്പിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ എന്താ സ്ഥിതി? നമുക്ക് നല്ലോണം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് അല്ലേ? എന്താ കാരണം? നമുക്കറിയാം പ്രഷർ കുക്കറിൽ വെള്ളം വേഗം തിളക്കില്ല. അതേസമയം നമ്മൾ ഒരു ഓപ്പൺ വെസലിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. ഇപ്പം നമ്മളൊരു ഓപ്പൺ ബീക്കറിലെ വെള്ളത്തിൽ ഒരു കോഴിമുട്ട ഇട്ട് പുഴുങ്ങിയെടുക്കാൻ വിചാരിക്കുക, എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചൂടാക്കി എത്തിക്കഴിഞ്ഞാൽ വെള്ളം 100 ഡിഗ്രി ആകുമ്പോൾ തിളയ്ക്കാൻ തുടങ്ങും. 100 ഡിഗ്രി ആകുമ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയാലോ പിന്നെ ഞാൻ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഒക്കെ തെർമോമീറ്റർ കാണിക്കുകയേയില്ല. കാരണം ഞാൻ പിന്നെ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും വെള്ളം ഗ്യാസായി മാറാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 100 ഡിഗ്രിയുള്ള വെള്ളത്തിൽ കോഴിമുട്ട എത്ര കണ്ട് വേവുമോ അത്ര തന്നെ വെന്ത് നിൽക്കുള്ളൂ. നിങ്ങൾ പിന്നെയും ഫ്യൂവൽ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? 100 ഡിഗ്രീൻ്റെ മുകളിലേക്ക് വെള്ളത്തിന് പോകാൻ പറ്റുന്നില്ല. അതിനേക്കാൾ ചൂട് കൂടിയിരുന്നുവെങ്കിൽ അത്രയും ചൂട് എഗ്ഗിന് കിട്ടുമായിരുന്നു. എന്നാൽ നിങ്ങളൊരു ലിഡ് വെച്ചു വിചാരിക്കുക, സ്വാഭാവികമായും വേപ്പറിൻ്റെ പ്രഷർ അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇപ്പം 100 ഡിഗ്രി ആണെങ്കിലും വെള്ളം തിളക്കില്ല. പിന്നെയും നമ്മൾ ചൂടാക്കി
101, 102, 103 ഡിഗ്രിയൊക്കെ വെള്ളത്തിൻ്റെ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ വല്ലാണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ പ്രഷർ കാരണം നമ്മൾ വേല വെച്ചിരിക്കുന്ന തട്ട് ലിഡ് എന്ത് ചെയ്യും, ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വിളുവിളൂന്ന് ഇങ്ങനെ തുള്ളി കളിക്കാൻ തുടങ്ങും അല്ലേ. ഇപ്പം സാധാരണ കേസിൽ നമ്മൾക്ക് അടച്ചു വെച്ച പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതാണ് ലാഭം. കാരണം എന്താണെന്ന് വെച്ചാൽ അടച്ചു വെച്ച പാത്രത്തിൽ വേപ്പർ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാരണം ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടിയാലാണ് കുക്ക് ചെയ്യുന്നത് നല്ലത്. കാരണം അതിനകത്തിരിക്കുന്ന പരിപ്പും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് എപ്പോഴും പ്രഷർ കുക്കർ നല്ലതാണ്. ഇപ്പോൾ ഹയർ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ ആണെങ്കിലോ നമ്മൾ പ്രഷർ കുക്കർ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താണ്, അവിടെയൊക്കെ ഓപ്പൺ വെസലിൽ വെച്ച് നമ്മൾ തിളപ്പിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും, വേഗം വെള്ളം അങ്ങ് തിളച്ചു പോകും. 100 ഡിഗ്രിക്ക് മുമ്പേ തന്നെ വെള്ളം അങ്ങ് തിളച്ചു പോകും. അപ്പോഴോ അത് 100 ഡിഗ്രിയിലുള്ള വേവ് പോലും അതിനുള്ള സാധനത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നർത്ഥം. Since water boils at low temperature on hills, pressure cooker is used for cooking food. In hospitals, surgical instruments are sterilized in autoclaves in which boiling point of water is increased by increasing the pressure above the atmospheric pressure by using a weight covering the vents. Clear? നമുക്ക് ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ വെൻ ലിക്വിഡ് ഈസ് ഹീറ്റഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഇത് ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട്, കുട്ടികൾ എപ്പോഴും തെറ്റിക്കാറുമുണ്ട്. അതായത് നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കാം, തുറന്നു വെച്ച പാത്രത്തിലാണോ വെള്ളം ചൂടാക്കിയാൽ വേഗം തിളയ്ക്കുക, അടച്ചു വെച്ച പാത്രത്തിലാണോ? പലപ്പോഴും കുട്ടികൾ പറയും അടച്ചു വെച്ച പാത്രത്തിൽ വേഗം വെള്ളം തിളയ്ക്കുമെന്ന്. സത്യത്തിൽ അടച്ചു വെച്ച പാത്രത്തിൽ വെള്ളത്തിനെ തിളപ്പിക്കാനേ ആവില്ല. അടച്ചു വെച്ച് നമ്മൾ വെള്ളത്തെ ചൂടാക്കുന്നു വിചാരിക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, വെള്ളം കൂടുതൽ വേപ്പറൈസ് ചെയ്യും. അതിൻ്റെ വേപ്പർ അതിൻ്റെ മുകളിൽ തന്നെയാണ് തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടോ ചൂടാക്കുന്നതിനനുസരിച്ച് വേപ്പർ കൂടും, വേപ്പർ പ്രഷർ കൂടും. മാത്രമല്ല അതിൻ്റെ എക്സ്റ്റേണൽ, അതിൻ്റെ പുറത്തിരിക്കുന്ന പ്രഷറും കൂടാൻ തുടങ്ങും. എത്ര നിങ്ങൾ ചൂടാക്കിയാലും വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ ഒരിക്കലും അതിൻ്റെ മുകളിലിരിക്കുന്ന പ്രഷറിന് ഈക്വൽ ആവില്ല. കാരണം ചൂടാക്കുന്നതിനനുസരിച്ച് മുകളിലിരിക്കുന്ന വേപ്പറിൻ്റെ പ്രഷറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിൻ്റെ പ്രഷർ മുകളിൽ, അതിൻ്റെ സർഫസിൻ്റെ മുകളിൽ, ലിക്വിഡ് മെനിസ്കസിൻ്റെ മുകളിലിരിക്കുന്ന വേപ്പർ പ്രഷർ, അതായത് എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആക്കി എടുക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച പാത്രത്തിൽ നമുക്ക് ലിക്വിഡ് ഒരിക്കലും തിളപ്പിക്കാനാവില്ല. നോക്കൂ, ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ വെൻ ലിക്വിഡ് ഈസ് ഹീറ്റഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. അപ്പോഴോ അടച്ചു വെച്ച പാത്രത്തിൽ ചൂടാക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഓൺ ഹീറ്റിംഗ് കണ്ടിന്യൂസ്ലി വേപ്പർ പ്രഷർ ഇൻക്രീസസ്. At first, a clear boundary is visible between liquid and vapor phase because liquid is more denser than vapor. As the temperature increases, more and more molecules go to the vapor pressure and density of vapor rises. At the same time, liquid becomes less dense. It expands because molecules move apart. When density of liquid and vapor becomes the same, the clear boundary between liquid and vapor disappears. This temperature is called critical temperature, about which we have already discussed in section 5.9. Clear now? അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ലിക്വിഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഗ്യാസ് എന്നും ഗ്യാസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ലിക്വിഡ് എന്നും നമുക്ക് മനസ്സിലായി. ക്ലിയർ നൗ? ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? നമ്മൾ അടച്ചു വെച്ച പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചു വെച്ച പാത്രത്തിൽ നമ്മൾ ഇതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവനുണ്ടാക്കുന്ന വേപ്പറിൻ്റെ പ്രഷർ കൂടി വരാൻ തുടങ്ങും. അപ്പോഴോ വേപ്പറിൻ്റെ പ്രഷർ ഇങ്ങനെ കൂടി വരുന്നേരം അതേസമയം തന്നെ നിങ്ങളിങ്ങനെ ചൂടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി, വാട്ടർ മോളിക്യൂൾ എക്സ്പാൻഡ് ചെയ്യും. ആദ്യം നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന അവർ പറയുന്നത്? തീർച്ചയായും നിങ്ങൾക്കൊരു ക്ലിയർ ബൗണ്ടറി കാണാൻ പറ്റും. വെള്ളവും വേപ്പറും തമ്മിൽ വ്യക്തമായ ഒരു ബൗണ്ടറി, ഒരു മെനിസ്കസ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ എന്താ സംഭവിച്ചത്? നിങ്ങളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലിരിക്കുന്ന വേപ്പർ കൂടി വരും. അങ്ങനെ വേപ്പറിൻ്റെ ഡെൻസിറ്റി കൂടും. ആദ്യം മെനിസ്കസ് വരാൻ എന്തായിരുന്നു കാരണം? ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുതലും വേപ്പറിൻ്റെ ഡെൻസിറ്റി കുറവുമായിരുന്നു. പിന്നെ കുറേ വേപ്പറൈസ് ചെയ്തപ്പോഴോ വേപ്പറിൻ്റെ ഡെൻസിറ്റി കൂടി വരാനും തുടങ്ങി. മുകളിൽ തങ്ങി നിൽക്കുന്ന വേപ്പറിൻ്റെ ഡെൻസിറ്റി കൂടാനും തുടങ്ങി. താഴെ ഇരിക്കുന്ന ലിക്വിഡ് മോളിക്യൂളിൻ്റെ ഡെൻസിറ്റി കുറയാനും തുടങ്ങി. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ
രണ്ടുപേരുടെയും ഡെൻസിറ്റി ഈക്വലായി. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബൗണ്ടറി കാണാനുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വെള്ളം തിളച്ചതേ കാണാൻ പറ്റില്ല. അത് ഇപ്പോൾ ഗ്ലാസ് മെനിസ്കസ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ വെള്ളം ചൂടാക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ നേരത്തേക്ക് വേപ്പറും ലിക്വിഡും തമ്മിലുള്ള ഒരു സർഫസ്, ഒരു മെനിസ്കസ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പാത്രത്തിൽ മുഴുവനും വേപ്പർ മാത്രമേ ഉള്ളൂ, ലിക്വിഡ് വേറെ ഗ്യാസ് വേറെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും എന്തായി കഴിഞ്ഞു? ലിക്വിഡ് ഗ്യാസായി മാറി, വേപ്പറായി മാറി. അത് സത്യത്തിൽ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചറിന് തൊട്ട് മുകളിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലിക്വിഡ് ഫേസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റില്ല എന്നർത്ഥം. മുഴുവനും ഗ്യാസായി നിൽക്കുന്നുണ്ടാവും എന്നർത്ഥം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി കൂടിയുണ്ട്. സർഫസ് ടെൻഷൻ, വേപ്പർ പ്രഷർ എന്നിവയെ പറ്റിയാണ്. നമുക്ക് കുറച്ചും കൂടി സമയം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ, ഗുഡ്. നമുക്കൊന്ന് ഇന്ന് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ കുറച്ചും കൂടി ഡിസ്കഷനേ ഉള്ളൂ, ഞാനൊന്ന് പറഞ്ഞേക്കാതെ. സർഫസ് ടെൻഷൻ. It is well-known fact that liquid assumes the shape of the container. Why is it then small drops of mercury form spherical bead instead of spreading on the surface? Why do particles of soil at the bottom of river remains separated but they stick together when taken out? Why does a liquid rise or fall in a thin capillary as soon as capillary touches the surface of the liquid? All these phenomena are caused due to the characteristic property of liquids called surface tension. A molecule in the bulk of liquid experiences equal intermolecular forces from all sides. നമുക്ക് നോക്കാം എന്താണ് സർഫസ് ടെൻഷൻ, എന്തിനെ പറ്റിയൊക്കെയാണ്. സർഫസ് ടെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ? വൈ ഈസ് ഇറ്റ് ദെൻ സ്മോൾ ഡ്രോപ്സ് ഓഫ് മെർക്കുറി? നമുക്കറിയാം, പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്? കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് ലിക്വിഡിന് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ചെറിയ ഡ്രോപ്ലെറ്റ്സ്, ഇപ്പോൾ വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ ചില ഇലയിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യും? സ്ഫെറിക്കൽ ഷേപ്പിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ഡ്രോപ്ലെറ്റ്സ്, മെർക്കുറി ഡ്രോപ്ലെറ്റ്സും സ്ഫെറിക്കൽ ഷേപ്പ് കൈവരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും എന്നാണ്. പക്ഷേ ചെറിയ ഡ്രോപ്ലെറ്റ്സുകൾക്ക് സ്ഫെറിക്കൽ ഷേപ്പ് വരുന്നത് എന്തുകൊണ്ട്? പിന്നെ എന്താ പറയുന്നത്? വൈ ഡു പാർട്ടിക്കിൾസ് ഓഫ് സോയിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ? നിങ്ങൾ നദീമുഖത്ത് നിന്ന്, നദിയുടെ താഴെ നിന്ന്, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾ മണ്ണ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ആ മണ്ണിങ്ങനെ പരന്ന് നിൽക്കുമായിരിക്കും അല്ലേ? കാരണം ത്രൂ ഔട്ട് വെള്ളമാണ്, അതിൻ്റെ താഴെ മണ്ണിങ്ങനെ നിൽക്കും. എന്നാൽ നിങ്ങൾ ആ നനഞ്ഞ മണ്ണൊന്ന് കയ്യിലെടുത്ത് നോക്കിയാലോ, കയ്യിൽ എങ്ങനെയാണ് മണ്ണ് നിൽക്കുന്നത്? അതിങ്ങനെ ഒട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത് അല്ലേ? കാര്യം നമുക്കറിയാം, മണ്ണിൻ്റെ തരിയിൽ ലിക്വിഡിൻ്റെ ഒരു സർഫസ് ഉണ്ടാകുമ്പോൾ സർഫസ് ടെൻഷൻ കാരണം ആ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന സാൻഡ് ഗ്രെയിൻസിനെ അവൻ ചേർത്ത് നിർത്തുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് അവർ പറയുന്നത്. വൈ ഡസ് എ ലിക്വിഡ് റൈസ്? നമുക്കറിയാം, ഒരു തിൻ കാപ്പിലറി ട്യൂബിനകത്ത്, നിങ്ങളൊരു വെള്ളത്തിനകത്താണ് ഒരു ചെറിയൊരു ഗ്ലാസ് ട്യൂബ്, ചെറിയൊരു കാപ്പിലറി ട്യൂബ് വെച്ചതെങ്കിൽ വെള്ളം ഇങ്ങനെ പതുക്കെ ഗ്ലാസ് ട്യൂബിനകത്തൂടി കയറി വരാൻ തുടങ്ങും. നമ്മളതിനെ കാപ്പിലറി റൈസ് എന്ന് പറയും. എന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മെർക്കുറി നിറച്ച ബീക്കറിനകത്തേക്കാണ് ചെറിയൊരു കാപ്പിലറി ട്യൂബ് താഴ്ത്തിയതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മെർക്കുറി ആ കാപ്പിലറി ട്യൂബിലേക്ക് താഴെ ഇറങ്ങുന്നത് കാണാൻ പറ്റും. അതിന് നമ്മൾ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. വൈ ഡസ് എ ലിക്വിഡ് റൈസ് ഓർ ഫാൾ ഇൻ എ തിൻ കാപ്പിലറി ആസ് സൂൺ ആസ് ദ കാപ്പിലറി ടച്ചസ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്? All these phenomena are caused due to characteristic property of liquids called surface tension. എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എ മോളിക്യൂൾ ഇൻ ദ ബൾക്ക് ഓഫ് ദ ലിക്വിഡ് എക്സ്പീരിയൻസ് ഈക്വൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഫ്രം ഓൾ സൈഡ്സ്. നോക്കൂ, പാത്രത്തിൻ്റെ നല്ലോണം വെള്ളത്തിൻ്റെ അടിയിൽ അകത്തിരിക്കുന്ന ഒരു മോളിക്യൂൾ, വെൽ ഇൻസൈഡ് ആയിട്ടിരിക്കുന്ന ഒരു മോളിക്യൂളിന് ചുറ്റും ഇരിക്കുന്ന മോളിക്യൂൾ, നമുക്കറിയാം അതിനൊരു പ്രത്യേക ദൂരം വരെ മോളിക്യൂൾ അതിനെ ആകർഷിക്കുമെന്ന്. അതിനെ നമ്മൾ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു മോളിക്യൂളിൽ അതിൻ്റെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ എല്ലാ ഭാഗത്തും മോളിക്യൂളുകളുണ്ട്. അവയെല്ലാം എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ ആകർഷിക്കുന്നത് കാരണം നമുക്ക് പറയാം അതിനനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ് എന്ന് പറയാം. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് a molecule in the bulk of liquid experiences equal intermolecular forces from all sides.
The molecule therefore does not experience any net force. But for the molecule on the surface of the liquid, അതിൻ്റെ നല്ലോണം മുകളിലിരിക്കുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിലോ, ഒരു കണ്ടെയ്നറിൻ്റെ സർഫസിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന് താഴെ മാത്രമേ ലിക്വിഡ് മോളിക്യൂൾ ഉള്ളൂ, മുകളിൽ എയർ ആണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ ഒരു ഡൗൺവേർഡ് പുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. നോക്കൂ, ദ മോളിക്യൂൾ therefore does not experience any net force എപ്പോൾ അകത്താണെങ്കിൽ. ബട്ട് for the molecule on the surface of the liquid, net attractive force is towards the interior of the liquid. നോക്കൂ ഡയഗ്രാം. Due to molecules below it, since there are no molecules above it, ആ മോളിക്യൂളിൻ്റെ മുകളിൽ വേറെ മോളിക്യൂളുകൾ ഇല്ലാത്തത് കൊണ്ട് താഴേക്ക് മാത്രം ഒരു ഡൗൺവേർഡ് പുൾ എക്സ്പീരിയൻസ് ചെയ്യും. ലിക്വിഡ്സ് ടെൻഡ്സ് ടു മിനിമൈസ് ദെയർ സർഫസ് ഏരിയ. The molecules on the surface experience a net downward force and have more energy than molecules in the bulk which do not experience any net force. എന്താ പറയുന്നത് നോക്കൂ, കണ്ടെയ്നറിൻ്റെ അകത്തിരിക്കുന്ന മോളിക്യൂളിന് തീർച്ചയായും എന്താണ്, നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഇല്ലായിരുന്നു. എന്നാൽ സർഫസിലിരിക്കുന്ന മോളിക്യൂളുകൾക്കെല്ലാം നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എനർജി കൂടുതലാണ്. സർഫസിലിരിക്കുന്ന മോളിക്യൂളുകൾക്കെല്ലാം എനർജി കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ സർഫസിലിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണം കൂടും. സർഫസിലിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലോ അപ്പോൾ അതിനനുഭവപ്പെടുന്ന നെറ്റ് ഡൗൺവേർഡ് പുള്ള് കൂടും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കാണാൻ പറ്റുന്നത്, നെറ്റ് ഡൗൺവേർഡ് പുള്ള് കൂടും. അതുകൊണ്ട് സർഫസിലിരിക്കുന്ന മോളിക്യൂളിൻ്റെ എനർജി കൂടും. അപ്പോൾ ലിക്വിഡ് ട്രൈ ചെയ്യുന്നത് തൻ്റെ എനർജി കുറയ്ക്കണം എന്നായിരിക്കും. അതുകൊണ്ട് ലിക്വിഡ് വിചാരിക്കുന്നത് തൻ്റെ സർഫസ് ഏരിയ കുറയണമെന്നായിരിക്കും. കാരണം സർഫസ് ഏരിയ കൂടുമ്പോൾ സർഫസിൽ കുറേ മോളിക്യൂൾ ഉണ്ടാവും. സർഫസിലുള്ള മോളിക്യൂളിനൊക്കെ എനർജി കൂടും. അങ്ങനെ വരുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ മൊത്തം എനർജി കൂടും എന്നർത്ഥം. Therefore, liquids tends to have minimum number of molecules at their surface. If surface of liquid is increased by pulling a molecule from the bulk, attractive forces will have to be overcome. എനിക്ക് തോന്നുന്നത് സമയം ഒത്തിരി എക്സീഡ് ചെയ്ത് പോയി തോന്നുന്നു. നമുക്കിന്ന് കുറച്ച് ചെറിയൊരു ഡിസ്കഷൻ കൂടി ബാക്കിയുണ്ട്. ഏതായാലും നമുക്ക് നാളെ 5:30 ഇത് കണ്ടിന്യൂ ചെയ്താലോ എന്നാലോചിക്കുകയാണ്. ഒത്തിരി നേരം നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നാളത്തെ ഒരു സെക്ഷൻ കൊണ്ട് നമുക്ക് ഈ പരിപാടി, ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഐ തിങ്ക് തീർക്കണോ? എന്ത് പറയുന്നു? തീർക്കാലോ എന്നാണ് സാഹൽ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ തീർക്കണമെങ്കിൽ തീർക്കാം, അത്രയേ ഉള്ളൂ അത്. പക്ഷേ നിങ്ങൾക്ക് പലർക്കും ഒത്തിരി നേരം ഇരുന്നിട്ട് ബോറടിച്ച് കാണും, അല്ലേ? പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിലർ തീർക്കാമെന്നും പറയുന്നുണ്ട്. ആരാമലൊക്കെ പറയുന്നത് വേണ്ട, നമുക്കിപ്പോൾ തന്നെ മതിയാക്കാം എന്നാണ്. ഞാനിതൊന്നങ്ങ് തീർത്തേക്കാം, അല്ലേ? വെറുതെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണ്ട. നമുക്ക് ബുദ്ധിമുട്ടുണ്ടോടാ? നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം, അല്ലേ? ഓക്കെ, ഗുഡ്. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. നോക്കൂ, therefore ലിക്വിഡ്സ് ടെൻസ്, അപ്പം ഞാൻ എന്താ പറഞ്ഞത്, സർഫസിലിരിക്കുന്ന മോളിക്യൂളിന് എനർജി കൂടുതലാണ്. സർഫസിൽ അന്നേരം കുറേ മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്താ വരിക, സർഫസിൽ കുറേ മോളിക്യൂൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എനർജി കൂടും, അല്ലേ? അപ്പോൾ സിസ്റ്റം എല്ലായ്പ്പോഴും എന്ത് ചെയ്യാനാണ് നോക്കുന്നത്, തൻ്റെ എനർജി കുറയ്ക്കണം എന്നാണ് നോക്കുന്നത്, അല്ലേ? അപ്പം നമുക്കിന്ന് ഒരു കാര്യം നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓക്കെ, therefore liquids tends to have minimum number of molecules at their surface. സർഫസിൽ മിനിമം മോളിക്യൂൾ വേണം. If surface of the liquid is increased by pulling a molecule from the bulk. ഇപ്പോൾ നോക്കൂ, ഞാനൊരു സർഫസിലിരിക്കുന്ന, അപ്പം ഞാനൊരു ഫ്രെയിം കൺസിഡർ ചെയ്യാം. ഈ ഒരു മെറ്റൽ ഫ്രെയിമിൽ ഇവിടെ ഇങ്ങനെ ഒരു ലിക്വിഡ് ഫ്രെയിം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. എനിക്ക് വേണമെങ്കിൽ ഒരു സോപ്പ് ഫിലിമോ എന്തെങ്കിലും ഒരു ലിക്വിഡിൻ്റെ ഒരു പാട, ഒരു ലെയർ ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ആ ഫ്രെയിമിനെ ഒന്ന് വലിച്ചു നീട്ടുന്നു എന്നൊന്ന് സങ്കല്പിക്കൂ. എന്ന് വെച്ചാൽ ഇവിടെ സർഫസിലിരിക്കുന്ന മോളിക്യൂളിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന് ഇഷ്ടമായി കാണില്ല. അല്ലെങ്കിൽ ഞാനൊരു സോപ്പ് ബബിൾ എടുക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ ബബിളിൻ്റെ വോള്യൂം ഒന്ന് കൂട്ടാൻ ആഗ്രഹിച്ചാൽ സോപ്പ് ബബിളിന് ഇഷ്ടാവില്ല. കാരണം എന്താണ്, അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണ്. സർഫസ് ഏരിയ കൂടും, എന്താ കുഴപ്പം? സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് സർഫസിൽ വരുന്ന മോളിക്യൂളിൻ്റെ എണ്ണം കൂടും. സത്യത്തിൽ നമ്മളൊരു ഡ്രോപ്പ് ഇമാജിൻ ചെയ്താൽ എളുപ്പമുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് വർക്ക് ചെയ്യേണ്ടി വരും.
The energy required to increase the surface area of the liquid by 1 unit is defined as surface energy. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാൻ എടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങളെല്ലാവരും. ഞാൻ സർഫസ് എനർജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? The work done to increase the area by 1 unit. The energy required to increase the, so energy divided by area. ഓരോ യൂണിറ്റിനും ഒരു യൂണിറ്റ് എനർജി പെർ ഏരിയയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സർഫസ് എനർജി. എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂൾ എന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഏരിയയ്ക്ക് മീറ്റർ സ്ക്വയർ, അപ്പോൾ ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റ് നമുക്ക് എടുക്കാം. പലർക്കും സംശയം വരും, സാറേ ഡയമെൻഷൻ എന്ന വാക്കാണല്ലോ, നമ്മൾ സാധാരണ യൂണിറ്റിനെ തന്നെ ഡയമെൻഷൻ എന്ന് പറയും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ അനാലിസിസ് വഴി അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനും അറിയാം. ഇപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വർക്കിനും എനർജിയും. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mL(T⁻²) ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് mL²T⁻² ആണ് ഡയമെൻഷൻ ഓഫ് എനർജി. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എനർജി ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയയ്ക്ക് എനിക്ക് എന്തെടുക്കാൻ പറ്റും? ലിറ്റർ സ്ക്വയർ എന്നെടുക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ ഈ രീതിയിലും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. സർഫസ് ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഇതിൽ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സത്യത്തിൽ എന്താണ് സർഫസ് ടെൻഷൻ? നമ്മൾ ലിക്വിഡിൻ്റെ സർഫസിൽ ഒരു യൂണിറ്റ് ലെങ്ത് ഇമാജിൻ ചെയ്താൽ ആ യൂണിറ്റ് ലെങ്ത്തിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ആക്ട്സ് നോർമലി ഓൺ ദ ലിക്വിഡ് സർഫസ്. നോക്കുക, കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ എന്താണ്? സർഫസ് ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് perpendicular to the line drawn on the surface of the liquid. It is denoted by Greek letter gamma. It has dimensions. എന്തായിരിക്കും അതിൻ്റെ ഡയമെൻഷനും യൂണിറ്റും? ഫോഴ്സ് ആക്ടിംഗ് പെർ ലെങ്ത്തിനെയാണ് നാം സർഫസ് ടെൻഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ന്യൂട്ടണിൽ എക്സ്പ്രസ് ചെയ്യാം. ന്യൂട്ടൺ പെർ മീറ്റർ എന്ന യൂണിറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന യൂണിറ്റും എനിക്കെടുക്കാൻ പറ്റും. ക്ലിയർ നൗ? ആ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ഇൻ SI യൂണിറ്റ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ന്യൂട്ടൺ പെർ മീറ്റർ. ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ഓഫ് ദ ലിക്വിഡ് വിൽ ബി വെൻ സർഫസ് ഏരിയ ഈസ് മിനിമം. നമുക്കറിയാം, സർഫസ് ഏരിയ മിനിമം ആകുമ്പോൾ സർഫസിൽ വരുന്ന മോളിക്യൂളിൻ്റെ എണ്ണം കുറയും, സിസ്റ്റത്തിൻ്റെ എനർജിയും കുറയും എന്ന്. സ്ഫെറിക്കൽ ഷേപ്പ് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. നിങ്ങളോട് ഒരു സാധനം തന്നിട്ട് മിനിമം സർഫസ് ഏരിയ ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളതിനെ എങ്ങനെയെങ്കിലും ചുരുട്ടി മടക്കി ഒരു സ്ഫിയർ പോലെ ആക്കും, അല്ലേ? സ്ഫെറിക്കൽ ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് സർഫസ് ഏരിയ കുറയും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാധനത്തിന് മാക്സിമം സർഫസ് ഏരിയ ആക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? അടിച്ചു പരത്തി സർക്കിൾ ആക്കുക ചെയ്യുക, അല്ലേ? നിങ്ങൾക്കറിയാം, മിനിമം ഒരു മാക്സിമം സർഫസ് ഏരിയ ഉള്ളത് സർക്കിളാണ്, അല്ലേ? അതേസമയം മിനിമം സർഫസ് ഏരിയ വരുമ്പോൾ എപ്പോഴാണ്? സ്ഫെറിക്കലാണ്. ലിക്വിഡ് എപ്പോഴും എന്ത് ചെയ്യാനാണ് നോക്കുന്നത്? സർഫസ് ഏരിയ കുറയ്ക്കാനാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് കൈവരിക്കാൻ നോക്കും? സ്ഫെറിക്കൽ ഷേപ്പ് കൈവരിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ചെറിയ ഡ്രോപ്സും അതുപോലെ മെർക്കുറി ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്ഫെറിക്കൽ ഷേപ്പ് കൈവരിക്കുന്നത്. ദിസ് ഈസ് ദ റീസൺ ദാറ്റ് ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്, അല്ലേ? ഇപ്പോൾ ഗ്ലാസിൻ്റെ എഡ്ജൊക്കെ സ്മൂത്ത് ആക്കാൻ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? നമ്മൾ നല്ലോണം ആ ഷാർപ്പായിട്ട് ഗ്ലാസിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പിടിച്ച് നമ്മൾ ചൂടാക്കിയാൽ താനെ എന്താവും? ഗ്ലാസ് അവിടെ മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അവൻ പിന്നെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോം ആയില്ലേ? ലിക്വിഡ് ഫോമായ അവൻ എന്ത് ചെയ്യാൻ നോക്കും? സ്ഫെറിക്കൽ ഷേപ്പ് കൈവരിക്കാൻ നോക്കും. പിന്നെ അവൻ തണുത്താലോ ആ ഷാർപ്പ് എഡ്ജ് പോയിട്ട് നല്ല സ്ഫെറിക്കൽ എഡ്ജായി മാറും. അപ്പോൾ പിന്നെ കൈമുറിയോ? ഇല്ല, അത് ഷാർപ്പ് എഡ്ജ് പോയി കിട്ടും. സ്ഫെറിക്കൽ ഷേപ്പ് ദസ് സാറ്റ് ഓക്കെ, അത് ഞാൻ വായിച്ചു കഴിഞ്ഞതല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് ദ റീസൺ ദാറ്റ് ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഓൺ ഹീറ്റിംഗ് ദ ഗ്ലാസ് മെൽറ്റ്സ് and the surface of the liquid tends to take the round shape at the edges, which makes the edges smooth. This is called fire polishing of glass.
അപ്പം എന്താണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതില്ലേ? അത് ഓർത്തിരിക്കുക. ലിക്വിഡ് ടെൻസ് ടു റൈസ് ഓർ ഫാൾ ഇൻ കാപ്പിലറി ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാപ്പിലറി റൈസിനെ പറ്റിയും അതുപോലെ തന്നെ കാപ്പിലറി ഡിപ്രഷനെ പറ്റിയും, അല്ലേ? കാപ്പിലറി റൈസ് ഓർ കാപ്പിലറി ഡിപ്രഷൻ എത്രത്തോളം ഉയരും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2t cos θ ബൈ r rho g എന്ന റിസൾട്ട് നിങ്ങൾ ഫിസിക്സിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്ലാസിൻ്റെ സർഫസിൽ ലിക്വിഡ് തൊടുന്ന സ്ഥലത്ത്, അതായത് ലിക്വിഡിൻ്റെ മെനിസ്കസും ഗ്ലാസിൻ്റെ പോർഷനും തമ്മിൽ നിങ്ങളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റും ഗ്ലാസ് സോളിഡ് പോർഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ കോസ് വാല്യൂ എടുത്താൽ തീർച്ചയായും ഇതുപോലെ മെനിസ്കസ് കോൺകേവ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അതായത് തീറ്റ അക്യൂട്ട് ആണ്, ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? കോസ് തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്, അല്ലേ? എന്നാൽ അതേസമയം നിങ്ങളൊരു മെർക്കുറിയോ മറ്റോ ആണ് എടുത്തത് വിചാരിക്കുക. ഗ്ലാസ് ട്യൂബിനകത്ത് മെർക്കുറിയുടെ മെനിസ്കസ് കോൺവെക്സ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റും സോളിഡ് പോർഷനും തമ്മിൽ, സോളിഡ് പോർഷൻ ഇൻസൈഡ് ദ ലിക്വിഡ്, അത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഒപ്റ്റ്യൂസ് ആണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം കോസിന് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ കാപ്പിലറി ഡിപ്രഷൻ ആയിരിക്കും. അതായത് എപ്പോഴാണ് കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത്? നിങ്ങൾക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 90 ഡിഗ്രിനേക്കാൾ താഴെയാണെങ്കിൽ തീർച്ചയായും അതാ മറ്റൊരു എളുപ്പമുണ്ട്. എന്താണ്? ആ ലിക്വിഡിന് ഗ്ലാസിനെ വെറ്റ് ചെയ്യാൻ സാധിച്ചാൽ കാപ്പിലറി റൈസ് ഉണ്ടാവും. ഇപ്പോൾ വെള്ളത്തിനോടുള്ളതിനേക്കാൾ ഇഷ്ടം വാട്ടർ ഇഷ്ടത്തിനേക്കാളും വാട്ടറിന് ഗ്ലാസിനോടല്ലേ ഇഷ്ടമുള്ളത്. അപ്പോൾ വെള്ളം ഗ്ലാസിനെ എന്ത് ചെയ്യും? നനയ്ക്കും, അല്ലേ? വെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളത്തിന് ഗ്ലാസിന് ഇഷ്ടമാണ്. അപ്പോൾ കാപ്പിലറി റൈസാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്കറിയാം മെർക്കുറിനോടുള്ള ഇഷ്ടം നമ്മൾ കൊഹീഷൻ ഫോഴ്സ് എന്നാണ് പറയുക. ഒരേപോലെ ആളുകൾ തമ്മിലുള്ള ഫോഴ്സ്. കൊഹീഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അഡീഷൻ ഫോഴ്സിനേക്കാൾ കൂടി നിന്നാലോ തീർച്ചയായും കാപ്പിലറി ഡിപ്രഷൻ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, കാപ്പിലറി റൈസ് ഓർ ഫാൾ ഇൻ കാപ്പിലറി ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. Liquids wet things because they spread across their surfaces as thin film. Moist soil grains are pulled together because surface area of thin film of water is reduced. It is surface tension which gives stretching property of the surface of a liquid. അപ്പം നമ്മളോട് ചോദിക്കാം, നിങ്ങൾ ചെറിയ ഇൻസെക്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ സർഫസിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങളൊരു റേസർ ബ്ലേഡ് വെച്ചാൽ അവൻ അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഡെൻസിറ്റി റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിനേക്കാൾ എത്രയോ ഡെൻസിറ്റി കൂടിയ ആളാണ് ബ്ലേഡ്, അല്ലേ? ബ്ലേഡിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് സിങ്ക് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷേ സർഫസ് ടെൻഷൻ കാരണം അത് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യുന്നു. അതാണ് എന്തിന് കാരണം? ചില ഓബ്ജക്റ്റിന് ഫ്ലോട്ട് ചെയ്യാൻ. നോക്കൂ, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് സ്ട്രെച്ചിങ് പ്രോപ്പർട്ടി. ആ ലിക്വിഡ് മെനിസ്കസ് ഇങ്ങനെ സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ആക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേലെ ഡെൻസിറ്റി കൂടിയ ഓബ്ജക്റ്റിന് പോലും എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഓൺ ഫ്ലാറ്റ് സർഫേസ് ഡ്രോപ്ലെറ്റ്സ് ആർ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ബൈ ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം വലിയ തുള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മെർക്കുറി ആണെങ്കിൽ പോലും അത് കറക്റ്റ് ഇങ്ങനെ നിൽക്കണം എന്നില്ല. ഗ്രാവിറ്റി കാരണം അതിനെ ഫ്ലാറ്റൻ ചെയ്യാൻ നോക്കും. ബട്ട് ഇൻ ഗ്രാവിറ്റി ഫ്രീ എൻവയോൺമെൻറ്റ് നിങ്ങൾക്കറിയാം കുഞ്ഞി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾ വെള്ളിലോ ഇതുപോലെ ചില ഇലകളിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്പെറിക്കലാവും. എന്നാൽ വലിയ തുള്ളിയാണെങ്കിലോ അത് ഫ്ലാറ്റൻ ചെയ്തു പോകും. എന്നാൽ നിങ്ങളൊരു ഗ്രാവിറ്റി ഫ്രീ സ്പേസ് കണ്ടെത്തിയാൽ അവിടെ കൊണ്ടുപോയി ഒരു വലിയ തുള്ളി വെച്ചാൽ പോലും എന്താവും എന്നാണ് അവർ പറയുന്നത്? അതെന്താവും എന്നാണ് പറയുന്നത്? പെർഫെക്റ്റ്ലി സ്പെറിക്കലായി നിൽക്കും എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റി ഫ്രീ സ്പേസിൽ എല്ലാ ഡ്രോപ്പുകളും അതൊരു സ്ഫെറിക്കലായിട്ടേ നിൽക്കുള്ളൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. വെൻ അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ലാർജ്, സർഫസ് ടെൻഷൻ ഈസ് ലാർജ്. ഓർത്തോളൂ,
Increase in temperature increases the kinetic energy of the molecules and effectiveness of the intermolecular attraction decreases. So, surface tension decreases as the temperature is raised. Clear now? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സർഫസ് ടെൻഷൻ കുറഞ്ഞു വരും. എന്താ കാരണം? സർഫസ് ടെൻഷന് കാരണം തന്നെ എന്താണ്? മോളിക്യൂളുകൾ തമ്മിലുള്ള ആകർഷണമാണ്. ചൂട് കൂടുമ്പോൾ മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അപ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കഴുകാൻ എളുപ്പം? ചൂടുവെള്ളത്തിൽ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ കുറയുന്ന സമയത്ത് അതിന് മൈന്യൂട്ട് ഹോൾസിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. നമ്മൾ വെള്ളത്തിൽ സോപ്പ് ഇടുമ്പോഴും എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയും. അതുകൊണ്ട് അഴുക്കൊക്കെ കഴുകി മാറ്റാൻ എളുപ്പമാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. കുട്ടികളൊക്കെ പലരും പല ഡിസ്കഷനിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഞാനിനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് കൂടിയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നാളെ കൃത്യം 5:30 വരാം. പലരും പല ഡിസ്കഷനാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്കുള്ള ശ്രദ്ധയൊക്കെ പോയി റിസൾട്ട് വന്നോ എന്നീ തുടങ്ങിയ ഡൗട്ടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് വി ക്യാൻ കണ്ടിന്യൂ ടുമാറോ. കുറച്ച് സമയവും കൂടിയേ വേണ്ടൂ. നമുക്ക് നാളെ കൃത്യം 5:30 ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. താങ്ക് യു.